മതിയോ? മോളെ എനിക്ക് വേദന എടുക്കുന്ന അച്ഛാ, എനിക്ക് വേദന എടുക്കുന്ന. എന്താ ഉണ്ടായേ? ഓടിക്കളിക്കുന്നതിനിടയിൽ പത്മിനി ഒന്ന് വീണു. കൈ ഒന്ന് ഒളുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നുണ്ടെന്നോ? മോള് കരയുന്ന കണ്ടില്ലേ? നല്ല വേദന ഉണ്ടായിട്ടല്ലേ ഇവള് കരയുന്നത്. പാരന്റ്സ് ആരെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് കരുതി. പാരന്റ്സിന് ആർക്കും വരാൻ പറ്റിയില്ലെങ്കിലോ? കുട്ടി ഈ രീതിയിൽ അവർ വരുന്നവരെ ഇവിടെ വെച്ചോണ്ടിരിക്കുവോ? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് കുട്ടികളെ പറഞ്ഞു വിടുന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. പപ്പി നല്ല വേദനയുണ്ടോ? വേദന ഉണ്ട് അച്ഛാ. സാരല്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതെന്തായാലും ഇത്തിരി ഇല്ലാത്ത കുട്ടിയോട് കാണിച്ച ക്രൂരതയെ പിടിച്ചറേ. എന്തു ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലല്ലേ ഇവൾക്ക് സംഭവിച്ചാൽ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് കുട്ടിയെ നിർത്തി കഷ്ടപ്പെടുത്തുക. ഇതൊന്നും ഒരു നല്ല സ്കൂളിൽ ചേർന്ന പ്രവൃത്തിയല്ല കേട്ടോ. വാ മോളെ. ഹലോ, ജോൺ എബ്രഹാം ആണേ. എന്താടോ തന്റെ വീട് പണിയൊക്കെ തീർന്നോ? ആ, നടക്കുന്നു. കുറച്ച് ഇറ്റാലിയൻ മാർബിൾ കൂടി കിട്ടിയ സംഗതി വെടിപ്പാവും. അതെ, ഞാനിപ്പോ വിളിച്ചതേ ഒരു കുഞ്ഞു കാര്യം പറയാനാ. ചുമ്മാ താൻ അങ്ങനെ വിളിക്കില്ലെന്നറിയാം. താൻ കാര്യം പറ. പരുത്തിക്കുന്ന് കോളനിയിലേക്ക് കളക്ടർ പോകുന്നുണ്ട്. എന്തോ അവിടെ ഒരു കുഴപ്പം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നല്ലൊരു ഉദ്ദേശത്തോടെ അല്ല കളക്ടറുടെ കാലൂത്തുന്നത്. അവരപ്പോ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലേ. തലവേദനയ്ക്ക് ഗുളി കഴിക്കേണ്ടി വരുമോടോ? ആളെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ബ്രാൻഡ് അംബാസഡറാ സ്വാമി ഈ പറയുന്ന ശാലിനി വിഷ്ണു. ഒരാള് പറഞ്ഞാലും കേൾക്കില്ല. കുറച്ച് IPS സുഹൃത്തുക്കളും കയ്യിലുണ്ട്. എന്നാ ശരി ജോണേ, ഞാൻ അവരുടെ വരവിന് കുറുകെ ഒരു തടവയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി വേണ്ടത് സ്വാമി ചെയ്തോളൂ. എന്താ ഇപ്പൊ ചെയ്യുക? മുഖേന്ദ്ര സാറ് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പൊ പിന്നെ അടുത്ത അവകാശ കാര്യങ്ങൾ ചെയ്യട്ടെ. എന്താ സ്വാമി? ആ ശിവകുഞ്ഞെ, അച്ഛന് സുഖമില്ലാതിരിക്കുകയാണ്. അറിഞ്ഞ വിവരങ്ങളൊന്നും അറിയിക്കാനും പെട്ടെന്ന് പറ്റില്ല. വിവരങ്ങൾ എന്താണെന്ന് സ്വാമി പറഞ്ഞില്ല. ആ കളക്ടർ ശാലിനി വിഷ്ണു എന്തൊക്കെയോ കൽപ്പിച്ചു കുട്ടി പരുത്തിക്കുന്നിലേക്ക് വരുന്നുണ്ടെന്ന്. ആ വരവൊരു സുഖമുള്ള വരവല്ല. അതൊരു നല്ല കാര്യമില്ല സ്വാമി. ജില്ല ഭരിക്കുന്ന കളക്ടർ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാ അതിന് പുണ്യം ചെയ്യണം. ഉദ്ഘാടന പ്രസംഗത്തിനോ നാടമുറിക്കാനോ അല്ല കളക്ടർ വരുന്നത്. എന്തിനായാലും ആ കാൽപാദങ്ങൾ നമ്മുടെ വിവാദ ഭൂമിയിൽ പതിക്കുന്നുണ്ടല്ലോ. ഞാൻ പത്മിനിയെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. അപ്പൊ പത്മിനിയുടെ അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? പത്മിനിയുടെ അച്ഛൻ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നാ കരുതിയത്. അല്ല, എന്താ ഉണ്ടായേ? എന്റെ മോൾ എന്തിയെ? പത്മിനി കളിക്കുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് വീണു. അയ്യോ, കൈക്ക് ചെറിയ പരിക്കുണ്ട്. ഞങ്ങൾ അപ്പൊ തന്നെ മോളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? സാറ് വന്ന് പത്നിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം വിളിച്ചു പറയേണ്ടത് എന്റെ അടുത്തല്ലേ, അല്ലാതെ മറ്റുള്ളവരുടെ അടുത്തല്ലല്ലോ. ഞങ്ങള് പത്നിയെ പറഞ്ഞു വിട്ടത് കുട്ടിയുടെ അച്ഛന്റെ കൂടെയാ. അതെ,
ഞാനും എന്റെ മോളും കൂടെ താമസിക്കുന്നത് എന്റെ വീട്ടിലാണ്. പിന്നെ പത്മിനിയുടെ അച്ഛനൊക്കെ മറ്റൊരു വീട്ടിലാ. എന്റെ മോളെ പറഞ്ഞു വിടുമ്പോ എന്നോടൊന്ന് വിളിച്ചു പറയേണ്ട മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണമായിരുന്നു. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള വഴക്കും ബഹളവും ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. രജിസ്റ്റർ തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് അതിൽ വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യൂ. അല്ലാതെ ഞങ്ങളോട് തർക്കിച്ചിട്ട് കാര്യമില്ല. വേണ്ടത് എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും കുഴപ്പമാവോ മാഡം? നമുക്ക് നോക്കാം.